മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ ചിന്താധാരകൾ, ഭാരതീയ പൈതൃകത്തിൻ്റെ തന്തുക്കൾ, ഇവയെല്ലാം എപ്രകാരം അഭിമാനത്തോടുകൂടി സ്മരിക്കപ്പെടുന്നു, എപ്രകാരം അവഹേളിക്കപ്പെടുന്നു, ഇതെല്ലാം നിരന്തരമുള്ള എൻ്റെ യാത്രയിൽ ഞാൻ അന്വേഷിക്കാറുണ്ട്. അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗവും കൂടിയാണ്. എൻ്റെ യാത്രയുടെയും പ്രഭാഷണങ്ങളുടെയും ക്ലാസ് എടുപ്പുകളുടെയും എല്ലാം ഭാഗമായിട്ടാണ് ഈ ഹിന്ദു ധർമ്മം, സനാതനധർമ്മം, ഭാരതീയ പൈതൃകം, നമ്മുടെ ഋഷിവൈദ്യന്മാരുടെ സംഭാവനകൾ, ഭാരതീയ ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, ഇവയെല്ലാം ലോക ജനതയിൽ, ഭാരതീയ ജനതയിൽ, കേരളീയ ജനതയിൽ, ഓരോ സ്ഥലത്തെയും ജനതയിൽ എപ്രകാരമുള്ള സ്വാധീനമുണ്ടാക്കുന്നു എന്ന് അന്വേഷിച്ച് വിലയിരുത്തി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. അടുത്ത കാലത്ത് വയനാട്ടിലേക്ക് യാത്ര പോകാൻ ഭാഗ്യമുണ്ടായിരുന്നു. കുറേ സ്ഥലത്തെ പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. പല പ്രഭാഷണങ്ങളും ഇതിനു മുമ്പ് പ്രഭാഷണങ്ങൾ നടത്തിയ സ്ഥലത്ത് തന്നെയായിരുന്നു. ധാരാളം വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അതിൽ ആൾക്കാരിലുണ്ടായ മാറ്റം, മതപരിവർത്തനത്തിനെതിരെയുള്ള അവബോധം, ഈ ഹിന്ദു ധർമ്മത്തെ അവഹേളിച്ചിരുന്ന വ്യക്തികളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം അറിയാൻ ഭാഗ്യമുണ്ടായി. അതും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നതും ചേർത്ത് ഞാൻ കണ്ട കാര്യങ്ങളും ഞാൻ കേട്ട കാര്യങ്ങളും ഞാനിവിടെ വിവരിക്കുകയാണ്. കൽപ്പറ്റയിൽ ഒരു വലിയ പ്രഭാഷണം വലിയ പ്രസംഗം ഉണ്ടായിരുന്നു അത്രേ, ഒരു CITU നേതാവിൻ്റെ. ആ CITU നേതാവ് പലതും പ്രസംഗിച്ച കൂട്ടത്തിൽ മാതാമൃതാനന്ദമയ്യെ അതിശക്തമായിട്ട് വിമർശിക്കുകയുണ്ടായി എന്നും ഈ എൻ്റെ പ്രഭാഷണം സംഘടിപ്പിച്ച വ്യക്തികൾ പറയുകയുണ്ടായി. പക്ഷേ ആ CITU നേതാവ് കൽപ്പറ്റയിൽ വലിയ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അദ്ദേഹവും ഭാര്യയും മൈസൂരിൽ ചെന്ന് മാതാമൃതാനന്ദമയ്യെ കണ്ട് നമസ്കരിച്ച് കുറേ നേരം സംസാരിച്ച് വന്നതത്രേ. അപ്പോൾ അമൃതാനന്ദമയ്യെ മൈസൂരിൽ വെച്ച് കാണാൻ പോയ വ്യക്തിയോട് ഒരാൾ ചോദിച്ചു അത്രേ, നിങ്ങൾ എന്താണ് ഇവിടെ വന്നത് എന്ന്. പണ്ട് EMS പഴനി പോയപ്പോൾ പറഞ്ഞ അതേ മറുപടി ആയിരുന്നു ഈ CITU നേതാവ് മൈസൂരിൽ അമൃതാനന്ദമയ്യെ കാണാൻ വന്നതിൻ്റെ കാരണവും പറഞ്ഞത്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് എന്നായിരുന്നു. പക്ഷെ അദ്ദേഹവും അമ്മയുടെ അടുത്തേക്ക് പോയിരുന്നു, അമ്മയുടെ അടുത്ത് സംസാരിച്ചിരുന്നു, എല്ലാം ചെയ്തിരുന്നു. അതേ വ്യക്തി കൽപ്പറ്റയിലെ CITU പ്രസംഗത്തിൽ അമൃതാനന്ദമയ്ക്കെതിരെ സംസാരിക്കുകയും ചെയ്തു. ഇതിനെ പണ്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പേരാണ് വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം എന്ന്. എല്ലാ CITUക്കാരും അറിയണം നിങ്ങളുടെ നേതാക്കന്മാരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. മറ്റൊരു വാർത്ത പത്രത്തിൽ വായിച്ചത്, കുറേ ഇടതുപക്ഷ നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഹിമാലയത്തിലേക്ക് പോകുന്നത് വിലക്കിക്കൊണ്ട് പാർട്ടി സെക്രട്ടേറിയറ്റ് നോട്ടീസ് ഇറക്കി അത്രേ. പണ്ട് SA ഡാംഗെ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഗംഗാനദിയിൽ കുളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് കുളിക്കാൻ പോകുമ്പോൾ പാർട്ടി നേതാക്കളെല്ലാം വിലക്കി അത്രേ, ഒരു കാരണവശാലും ഗംഗയിൽ കുളിക്കരുത്. ഗംഗാനദീ തീരത്തുള്ള ഒരു വലിയ സമ്മേളന ഹാളിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗ് നടന്നത്. അവിടെ നിന്ന് നടന്നു പോയി കുളിച്ചു വരാവുന്ന ദൂരമേ ഉള്ളൂ ഗംഗാനദിയിലേക്ക്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരനായ സ്ഥിതിക്ക് ഒരു കാരണവശാലും ഗംഗാനദിയിൽ കുളിക്കരുത് എന്ന് SA ഡാംഗെയോട് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു അത്രേ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഓരോ ക്രിസ്ത്യാനിയും ഓരോ മുസ്ലിമും അവരവരുടെ മതവുമായിട്ട് ഉറച്ചു വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ ഹിന്ദുക്കൾക്ക് അതിന് അനുവാദമില്ല എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നത്.
അതുപോലെയാണ് എത്രയോ എത്രയോ ക്രിസ്ത്യാനികൾക്ക് വേളാങ്കണ്ണിയിൽ പോകാനും അല്ലെങ്കിൽ യെരുശലേമിൽ പോകാനും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് പെർമിഷൻ ഉണ്ട്. ഹജ്ജിന് പോവാനും മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനും മുസ്ലിങ്ങൾക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾക്ക് പെർമിഷനുണ്ട്. പക്ഷേ ഹിമാലയത്തിൽ പോവാൻ ഹിന്ദുക്കൾക്ക് പെർമിഷൻ ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കൾക്ക് പെർമിഷൻ ഇല്ല. ഈ ഒരു നീചമായിട്ടുള്ള വീക്ഷണം കമ്മ്യൂണിസ്റ്റുകാരോട് ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു. ഇതെല്ലാം തട്ടിത്തെറിപ്പിച്ച് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞ ആ കുമാരനാശാന്റെ വരികൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. ആലോചിച്ച് നോക്കാം. ദേശാഭിമാനിയുടെ പത്രാധിപര്, അദ്ദേഹത്തിൻ്റെ മകനും കൊച്ചുമകന് ഒരു സ്വാമിയുടെ കൂട്ടത്തിലാണ് ഹരിദ്വാറിലേക്ക് പോയത്. നിർഭാഗ്യവശാൽ, ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഒരു കുട്ടി മരിക്കുകയും ചെയ്തിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ട അപ്പന്മാരുടെ മക്കൾക്ക് സ്വാമിയുടെ കൂട്ടത്തിൽ ഹരിദ്വാറിൽ പോയിട്ട് 7 ദിവസത്തെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾ അല്ലയോ കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങൾ കൈലാസത്തിലേക്ക് പോകണം, അമർനാഥിലേക്ക് പോകണം. നിങ്ങൾ എവിടെയെല്ലാം ഭാരതീയ ആത്മീയതയുടെ ബഹിസ്ഫുരണങ്ങളുണ്ടോ അവിടെ എല്ലാം നിങ്ങൾ പോകണം. നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് ആലോചിക്കുക. അവർ ഇഴവരാണെങ്കിൽ അവർ ഇഴവ ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ തൻ്റെ മക്കളെ കൊടുക്കുള്ളൂ. നമ്പൂതിരിമാരാണെങ്കിൽ നമ്പൂതിരിമാർക്ക് മാത്രമേ അവരുടെ മക്കളെ കൊടുക്കുള്ളൂ. നായരാണെങ്കിൽ ജാതി പേര് വെച്ച് തന്നെ അവരുടെ മക്കളെ അവരുടെ ജാതിയിൽപ്പെട്ടവർക്കേ കൊടുക്കുള്ളൂ. അവരവർ ജാതി നോക്കാറുണ്ട്, അവരവർ അമ്പലത്തിലേക്ക് പോകാറുണ്ട്, അവരവർ ആത്മീയമായ കാര്യങ്ങൾ ഭാര്യയുടെ പേരിൽ ചെയ്യാറുണ്ട്. നിങ്ങളെ കൊണ്ടത് ചെയ്യരുത് എന്ന് അവർ ശഠിക്കുകയാണ്. അതുകൊണ്ട് ഹിമാലയൻ യാത്രയ്ക്ക് എല്ലാ സഖാക്കളും പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദേശാഭിമാനിയുടെ പത്രാധിപരുടെ മക്കൾക്കുണ്ടായ ദുര്യോഗം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ നിങ്ങൾ ദേശാഭിമാനിയുടെ പത്രാധിപരുടെ മക്കളെ എങ്ങനെയാണോ ഹരിദ്വാറിലേക്ക് സ്വാമിയുടെ കൂട്ടത്തിൽ വിട്ടത്, ഒരു സന്യാസിയുടെ കൂട്ടത്തിൽ വിട്ടത്, അതേപോലെ നന്മ നിറഞ്ഞ ലക്ഷ്യത്തോടു കൂടി നിങ്ങളും നിങ്ങളുടെ മക്കളും ഭാരതീയ പൈതൃകത്തിൻ്റെ പ്രകാശധാര വഹിക്കുന്നവരായി പ്രവർത്തിക്കാൻ ഇന്നു മുതൽക്ക് ശ്രമിക്കണം. പിന്നെ വയനാട്ടിൽ ഞാൻ കണ്ട വേറൊരു വസ്തുത, അവിടെയുള്ള പാവങ്ങളുടെ കഴുത്തിലെല്ലാം കുരിശിടല. അവിടെ കുറേ ഡോക്ടർമാർ എൻ്റെ പ്രഭാഷണം കേൾക്കാൻ വന്നിരുന്നു. ആ ഡോക്ടർമാരെല്ലാം പറഞ്ഞത്, പണ്ട് ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സഹായം കൊടുത്ത് അച്ഛന്മാരും കന്യാസ്ത്രീകളും പള്ളിയിലേക്ക് വരാൻ പറഞ്ഞ് കുറച്ച് അരിയോ ഒരു പഴയ മുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിനോ ഒക്കെ കൊടുത്ത് കുറച്ച് കാശും കൊടുത്ത് കള്ളുകുടിക്കാൻ പൈസയും കൊടുത്ത് കഴുത്തിൽ ഒരു കുരിശിട്ട് കൊടുക്കും അത്രേ. ഈ കുരിശും കൊണ്ടാണ് ഈ ഡോക്ടർമാരുടെ അടുത്തേക്ക് രോഗം വരുമ്പോൾ വരുന്നത്. ഇത് ആരാ തന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ചേച്ചി തന്നതാണ്, അവിടുത്തെ സ്ത്രീ തന്നതാണ്, അച്ഛൻ തന്നതാണെന്ന് പറയും. ഇതെന്താന്ന് ചോദിച്ചാൽ ഈ പാവങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ സിസ്റ്റം മാറിയിരിക്കുന്നു. ഇപ്പോ ഈ ഫ്രീ കുരിശ് സപ്ലൈ നിർത്തിയിട്ട് ഫ്രീ കുരിശ് കൊടുത്താൽ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ കഴുത്തിൽ കുരിശിടുന്നവർക്ക് ഒരു ഫലവും കിട്ടില്ല എന്നും, കർത്താവായ യഹോവയുടെ നേരിട്ട് അനുഗ്രഹം കിട്ടാനും അതുപോലെ യേശുക്രിസ്തുവിന് അനുഗ്രഹം കിട്ടാനും 10 രൂപ കൊടുത്ത് വാങ്ങിച്ചിടുന്ന കുരിശാണ് വളരെയധികം എഫക്റ്റീവ് എന്നും ഈ കന്യാസ്ത്രീകൾ പറഞ്ഞു പരത്താണ്. ഒരു പാവങ്ങളെ അതുപോലെ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ പറ്റിക്കുന്നതിന് അച്ഛന്മാരെ, കന്യാസ്ത്രീകളെ ഒരു പരിധിയില്ലേ? അവർ ഹിന്ദുക്കളായിട്ട് ജീവിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ അവരെ മതം മാറ്റുന്നത് ഈ രീതിയിൽ? വേറൊരു കാര്യം, അത് കഴിഞ്ഞു. വേറൊരു കാര്യം, ഞാൻ അടുത്ത കാലത്ത് ആലപ്പുഴയിൽ പോയപ്പോൾ കേട്ടത്, ആലപ്പുഴയിലായിരുന്നു അത്രേ DYFIയുടെ അതിഗംഭീരമായിട്ടുള്ള സമ്മേളനം നടന്നത്. അത്ഭുതം തോന്നി. പലരും എന്നോട് പറഞ്ഞു, സാറേ ഈ പ്രദേശത്തിലെ അമ്പലങ്ങളിലെല്ലാം രാവിലെ ഭയങ്കര തിരക്കായിരുന്നു ചെറുപ്പക്കാരുടെ എന്ന്. ഞാൻ അവരോട് പറയുകയും ചെയ്തു, കോൺഗ്രസ്സുകാരുടെ സംഘടനയായിട്ടുള്ള ഈ KSUO NSUIO അല്ലെങ്കിൽ BJPയുടെ സംഘടനകൾ ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വാർഷിക സമ്മേളനം എവിടെയെങ്കിലും നടത്തുകയാണെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തിരക്ക് കൂടിയെന്ന് കേട്ടിട്ടേയില്ല. ഒരാൾ പോലും പറഞ്ഞ് കേട്ടിട്ടില്ല. അമ്പലത്തിലെ ഉത്തരവാദിത്വപ്പെട്ടവർ പോലും പറയുന്നത് കേട്ടിട്ടില്ല ഇവിടെ ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു എന്ന്. ഏതായാലും
DYFIയിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾക്ക് നിറഞ്ഞ ഹൃദയത്തോടു കൂടി അഭിനന്ദനങ്ങൾ. നിങ്ങൾ DYFIയിൽ തന്നെ പ്രവർത്തിക്കാം, നിങ്ങളെ ഇടതുപക്ഷ ചിന്താധാരകൾ തന്നെ വെച്ച് പുലർത്താം. പക്ഷെ ഈ വിദേശത്തിലെ നേതാക്കളെ ആരാധിക്കുന്നത് മാറ്റിയിട്ട് സ്വദേശത്തിലെ നേതാക്കളെയും ഈ നാടിൻ്റെ സംസ്കാരത്തെയും ആരാധിക്കുന്നവരായി തീരാം, അതിനെ ബഹുമാനിക്കുന്നവരായി തീരാം. നിങ്ങളുടെ അണികളിൽ 2 ലക്ഷം പേരുടെ ചോർച്ച ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ വിദേശത്തിലുള്ള ജനങ്ങളിൽ നിന്ന് ആവേശം സ്വീകരിക്കാൻ ശ്രമിക്കുന്നു. ഭാരതത്തിലെ ജനത വിദേശികളിൽ നിന്ന് ആവേശം സ്വീകരിക്കില്ല. അങ്ങനെ സ്വീകരിക്കുമായിരുന്നു എങ്കിൽ കോൺഗ്രസ്സുകാര്, ഇപ്പൊ ഭാരതം ഭരിക്കുന്ന കോൺഗ്രസ്സുകാര് ആദ്യം വെക്കേണ്ട ഫോട്ടോ അലൻ ഒക്ടേവിയൻ ഹ്യൂമിന്റെ ഫോട്ടോ ആയിരുന്നു. AO ഹ്യൂമിന്റെ ഫോട്ടോ അവർ വെക്കാതിരിക്കാൻ കാരണം, ഭാരതീയരെ വെക്കാതിരിക്കാൻ കാരണം, മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ ചിത്രം വെക്കാതിരിക്കാൻ കാരണം, ക്രിസ്ത്യാനികള് സെയിന്റ് സേവിയർ ഫ്രാൻസിസ് എന്ന ഒരു കൊലയാളിയുടെ പടം വിശുദ്ധനാക്കി, പോർച്ചുഗീസ് മിഷണറിയുടെ പടം വിശുദ്ധനാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. അതൊഴികെ ബാക്കി വിദേശികളെ ഭാരതീയരെ ആവേശം നേടാനും ആത്മാഭിമാനം നേടാനും വെക്കില്ല. നിങ്ങളോടും പറയുന്നു, ഈ സ്റ്റാലിൻ്റെയും മാർക്സിൻ്റെയും ലെനിൻ്റെയും ചാവേസിൻ്റെയും ഫ്രീഡിൽ കാസ്ട്രോയുടെയും എല്ലാം ചിത്രവും അവരുടെ രചനകളും അതാത് നാട്ടുകാര് പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞതാണ്. നിങ്ങൾ എന്തിന് അത് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കണം? ഈ നാട്ടിലെ ആർക്കും അതിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 2 ലക്ഷം പേര് ചോർന്നു പോകുമായിരുന്നില്ല. നിങ്ങൾ ആലപ്പുഴയിൽ ചെയ്ത മാതിരി ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാവുക. കൈരളി ചാനൽ നോക്കിയാൽ ഭാരതീയ പൈതൃകത്തിൻ്റെ അഗാധ തലത്തിലേക്ക് പോകുന്ന എത്ര പരിപാടികൾ അതിനകത്തുള്ളത്. മറ്റ് ഒരു ചാനലിലും ഇല്ലാത്തത് നമുക്ക് ഒറിജിനൽ പൈതൃകം കൈരളി ചാനലിൽ കാണാം. അതുകൊണ്ട് ഇന്നും കൈരളി ചാനൽ ജനഹൃദയങ്ങളിലുണ്ട്. നിങ്ങളുടെ സിദ്ധാന്തങ്ങളും ജനഹൃദയങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഈ നാടിൻ്റെ സംസ്കാരവും ഹൈന്ദവ ജനതയുടെ മൂല്യങ്ങളും നിങ്ങളുടെയും കൂടി ജീവിതത്തിൻ്റെ ഭാഗമാക്കി ആലപ്പുഴയിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയതുപോലെ നിങ്ങൾ ഈ നാടിൻ്റെ ക്ഷേത്ര പൈതൃകം, രാമായണ പൈതൃകം, മഹാഭാരത പൈതൃകവും സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. മറ്റൊരു രീതിയിൽ മോഡി വന്നപ്പോഴത്തേക്കും പാർട്ടി സെക്രട്ടറി കേരളത്തിൽ കരിദിനമായിട്ട് ആചരിക്കാൻ പറഞ്ഞു. എന്തിനായിരുന്നു? മോഡി ഈ ഇവിടേക്ക് പോയതിന്, വർക്കല ശിവഗിരി ആശ്രമത്തിലേക്ക് പോയതിന്. ശരിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ആശ്രമം എന്നുള്ള ചിന്താധാരയുണ്ടോ? അവിടെ സരസ്വതിയുടെയോ ശാരദാദേവിയുടെയോ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ ഗുരുദേവന്റെ സമാധി സ്ഥലമുണ്ട്. ഇതെല്ലാം ഒരു സന്യാസിയുടേതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ സന്യാസിയുടെയാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ സന്യാസിയുടേതാണ്, ഋഷിയുടേതാണ്. ഭാരതീയ ഋഷിവരം പരമ്പരയിൽപ്പെട്ട ശ്രീനാരായണ ഗുരുദേവൻ യഥാർത്ഥത്തിൽ മതത്തിൻ്റെ, ഹിന്ദു മതത്തിൻ്റെ പ്രതിനിധിയാണ്. അത് ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും സന്യാസ പരമ്പരയിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഒരു സന്യാസിയും ഒരു ഗുരുവും ഒരു തീർത്ഥാടന കേന്ദ്രവും ഒരു ക്ഷേത്രവുമെല്ലാം വർജ്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ആ ക്ഷേത്രത്തിലേക്കോ ആശ്രമത്തിലേക്കോ അമ്പലത്തിലേക്കോ ആര് പോയാലെന്താ? അത് നശിച്ചു കാണണം എന്നല്ലേ ആഗ്രഹമുള്ളൂ. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാവും എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തമുള്ളവര്. അതുപോലെ സ്വാമി വിവേകാനന്ദൻ എന്ന വർഗീയവാദിയുടെ പ്രതിമ സ്ഥാപിക്കാൻ ഒരൊറ്റ പൈസ തരില്ലെന്ന് പറഞ്ഞ EMSന്റെ അനുയായികൾക്ക് വർക്കല ശിവഗിരി തീർത്ഥാടന കേന്ദ്രത്തിൽ ഏത് മോദി വന്നാൽ എന്താ, വീരപ്പൻ വന്നാൽ എന്താ, ഒസാമ ബിൻ ലാദൻ വന്നാൽ എന്താ, സദ്ദാം ഹുസൈൻ വന്നാൽ എന്താ? നിങ്ങൾക്ക് ആ സ്ഥാപനവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തിടത്തോളം കാലം എന്തിനാ മക്കളെ നിങ്ങൾ കരിദിനം ആചരിച്ചത്? ആ ഒരു സ്ഥാപനം മുടിഞ്ഞു കാണണമെന്ന രീതിയിൽ ചിന്തിച്ചാൽ പോരെ? അതിന് മോഡി വന്നിട്ട് മുടിയാണെങ്കിൽ മുടിയട്ടെ എന്നങ്ങൾ വിചാരിച്ചാൽ പോരെ? പിന്നെ എന്തിനാ കരിദിനം ആചരിച്ചത് എന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഏതൊരു പ്രസ്ഥാനത്തോടാണോ, ഏതൊരു സ്ഥാപനത്തോടാണോ, ഏതൊരു ചിന്താധാരയോടാണോ നിങ്ങൾക്ക് എതിർപ്പുള്ളത് അതിനെ നശിപ്പിക്കാനല്ലേ സാധാരണ ശ്രമിക്കാറുള്ളത്? അങ്ങനെ നശിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൂടായിരുന്നോ? ഇത് നിങ്ങളോട് ചോദിക്കുന്നതോടൊപ്പം ഒന്നുകൂടി ചോദിക്കാം. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിരന്തരമായിട്ട് ചെമ്പഴന്തിയിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു.
അപ്പൊ അന്ന് എന്നോട് ആ സ്വാമി പറഞ്ഞത്, അടുത്ത കാലത്ത് പാർട്ടി സെക്രട്ടറി ഇവിടെ വന്നിരുന്നു, ഇതിൻ്റെ വിപുലമായ വികസനത്തിന് വേണ്ട എല്ലാ വാഗ്ദാനങ്ങളും ചെയ്തു. അത് മാത്രമല്ല അവിടെ തൊഴുതട്ടാ പോയത്. എനിക്ക് അത്ഭുതം തോന്നി. ആ സ്വാമി നുണ പറയുന്ന എനിക്ക് തോന്നണില്ല. ചെറുപ്പക്കാരനായ സ്വാമി പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ഇവിടെ വന്നിരുന്നു. അപ്പൊ ഇവരൊക്കെ പുറത്തൊന്നും അകത്ത് വേറൊന്നുമാണ്. നിങ്ങൾ പാർട്ടിയിൽ തന്നെ പ്രവർത്തിക്കാം, പക്ഷെ ഈ നേതാക്കന്മാര് അമൃതാനന്ദമയിയെ ചീത്ത പറയുന്ന പാർട്ടി സെക്രട്ടറിയുടെ മക്കളും കൊച്ചുമക്കളും അമൃതാനന്ദമയിയുടെ കോളേജിലാണ് പഠിക്കുന്നത്. അതുകൂടി ആലോചിച്ച് നോക്കാം. ആൾദൈവം എന്ന് പറഞ്ഞ് അവഹേളിച്ചിരിക്കുന്ന അതേ വ്യക്തിയുടെ പേരിലുള്ള സ്ഥാപനത്തിലാണ് ഈ സെക്രട്ടറിയുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ പഠിക്കുന്നതെന്ന് നിങ്ങൾ മറക്കരുത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം അമൃതാനന്ദമയ്യെയോ സായിബാബയെയോ എത്രയെല്ലാം അവഹേളിച്ചാലും അവസാനം അസുഖവും രോഗവും അതുപോലെ ഓപ്പറേഷനും വേണ്ടി വരുമ്പോൾ, ചികിത്സ വേണ്ടി വരുമ്പോൾ നേരെ പോകുന്നത് എടപ്പള്ളി അമൃതാനന്ദമയുടെ ഹോസ്പിറ്റലിലേക്കാണെന്ന് അവിടെ MBBS ഇടയ്ക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടെയുള്ളവർ പറയാറുണ്ട്. അവിടുത്തെ MBBS ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവർ പറയാറുണ്ട്, പാർട്ടി നേതാക്കന്മാരെല്ലാം ചികിത്സയ്ക്ക് വരുന്നത് ഇവിടെയാണെന്ന്. ശരിക്ക് വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ എന്താ പറയുക? നിങ്ങൾ ഏത് രീതിയിലുള്ള പാർട്ടിയെയും ഏത് വ്യക്തിയെയും ആരാധിച്ചോളാം, പക്ഷെ അവരുടെ ഉള്ളിലുള്ളതും പുറത്ത് പറയുന്നതും തമ്മിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. പിന്നെ ഇതൊന്നും കൂടാതെ എല്ലാ പാർട്ടിക്കാരും ഇന്ന് അമ്പലത്തിലേക്ക് പോകാറുണ്ട്. ഞാൻ വയനാട്ടിൽ പോയപ്പോഴും കണ്ണൂരിൽ പോയപ്പോഴും എല്ലാം കണ്ടത്, ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ക്ഷേത്രങ്ങളുടെ അടിമുടി ഭരണം ഇടതുപക്ഷക്കാരാണ്, അടിമുടി നവീകരണം ഇടതുപക്ഷക്കാരാണ്. ആ ക്ഷേത്രങ്ങളുമായി അവരുടെ ബന്ധം വിവരണാതീതമാണ്. അതേസമയം പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ എൻ്റെ പ്രഭാഷണം നടത്തിയ സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ട സഖാവ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടാ എനിക്ക് വോട്ട് ഓഫ് താങ്ക്സും സ്വാഗതവും എല്ലാം പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയല്ല ഞാൻ ഈ ഒരു ചെറിയ സന്ദേശം റെക്കോർഡ് ചെയ്തത്. അവരിലുണ്ടായ മാറ്റത്തിൻ്റെ സന്തോഷം അറിയിക്കാനാണ്. ആ മാറ്റം മുകളിലായിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി, പാർട്ടി പ്രസിഡന്റ്, ഇപ്പൊ പ്രതിപക്ഷ നേതാവെല്ലാം അമ്പലത്തിലെ ഊട്ടുപുര ഉദ്ഘാടനം ചെയ്യാനും അമ്പലത്തിലെ ഗോപുരം ഉദ്ഘാടനം ചെയ്യാനും പരമേശ്വർജി എഴുതിയ വിവേകാനന്ദന്റെ പുസ്തകം പ്രകാശിപ്പിക്കാനും ഒക്കെ പോവാറുണ്ട്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. ആ മാറ്റം പോലെ അണികളുടെ ചുവട്ടിലേക്ക് വരാൻ മുകളിലുള്ളവർ അനുവദിക്കുന്നില്ല. അത് അനുവദിക്കുന്നില്ലെങ്കിൽ മുകളിലുള്ളവന് ചെയ്യാമെങ്കിൽ ചുവട്ടിലുള്ളവനും ചെയ്യാമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങളും മാറണം. ഓരോ കമ്മ്യൂണിസ്റ്റുകാരനായ ക്രിസ്ത്യാനിയും പള്ളിയിൽ പോകാറുണ്ട്, വേളാങ്കണ്ണിയിൽ പോവാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലക്ക് കൽപ്പിക്കാറേയില്ല. ഓരോ മുസ്ലിമും അവൻ്റെ ഇസ്ലാമിക കാര്യങ്ങളിൽ പങ്കെടുക്കാനും വെള്ളിയാഴ്ച നിസ്കരിക്കാനും ഹജ്ജിന് പോകാനും അതുപോലെയുള്ള പ്രവൃത്തികളിൽ നിരന്തരം വ്യാപൃതനാകാനും, അതിൽ ചിലര് രാത്രി NDF-ഉം പകല് ഇടതുപക്ഷ പാർട്ടിയുമാണ്. അങ്ങനെയുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ പ്രസിദ്ധീകരണം പോലും തുടങ്ങിയിട്ടുണ്ട് പാർട്ടിക്കാര്. അപ്പൊ ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനും ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാനും അവർ ചെയ്യുന്നതിനെ ഒന്നിനെയും എതിർക്കാതിരിക്കുകയും ഹിന്ദുക്കൾ ചെയ്യുന്ന ഹിമാലയൻ യാത്രയോ അല്ലെങ്കിൽ ക്ഷേത്ര ഭരണമോ അല്ലെങ്കിൽ അമൃതാനന്ദമയി ദർശനമോ എല്ലാം എതിർക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ യുക്തിയും നിങ്ങളുടെ ചിന്തയും, നിങ്ങൾ ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ബുദ്ധിയും യുക്തിയും ചിന്തയും ഒരു മാതാ അമൃതാനന്ദമയിക്കും അടിയറ വെക്കണ്ട, ഒരു സായിബാബയ്ക്കും അടിയറ വെക്കരുത്, ഒരു പിണറായി വിജയനും അടിയറ വെക്കരുത്, ഒരു അച്യുതാനന്ദൻ സാറിനും അടിയറ വെക്കണ്ട, ഒരു ഉമ്മൻചാണ്ടിക്കും ഒരു രാജഗോപാലിനും അടിയറ വെക്കണ്ട. നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഈ നേതാക്കന്മാരെല്ലാം ഇപ്പൊ എവിടെയുണ്ട്? അവരുടെ മക്കള് ഏത് നിലയിലെത്തി? അവരുടെ കൊച്ചുമക്കള് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്? അവര് നിങ്ങളെപ്പോലെ മുദ്രാവാക്യം വിളിക്കാൻ റോട്ടിലൂടെ ഇറങ്ങി നടക്കുന്നുണ്ടോ? നിങ്ങളെ കുത്തുവാള എടുപ്പിച്ചിട്ട് നേതാക്കന്മാര് നിങ്ങളോട് ആഹ്വാനം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിച്ചില്ലെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ അടുത്ത തലമുറയുടെയും
മൂല്യാധിഷ്ഠിത ജീവിതമാണ് തകരുന്നത്. അതറിഞ്ഞുകൊണ്ട് നിങ്ങൾ അതിന് കാരണമാവരുത്. നിങ്ങൾ ചിന്തിക്കുക, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും അനുസരിച്ച് ചിന്തിക്കുക. തെറ്റുകളും അതുപോലെ കുറവുകളും, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക, കുറവുകളുണ്ടെങ്കിൽ നികത്തുക, നന്മകളുണ്ടെങ്കിൽ എടുക്കുക. അത് ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിലും എടുക്കാൻ പഠിക്കണം. എൻ്റെ പാർട്ടിയും എൻ്റെ നേതാവും എൻ്റെ ചിന്താധാരയും എൻ്റെ പ്രസ്ഥാനവും മാത്രമാണ് ലോകത്തിൽ ശരിയായിട്ടുള്ളത് എന്ന് വിചാരിക്കരുത്. ആ പാർട്ടിയിലും ആ പ്രസ്ഥാനത്തിലും ആ സംഘടനയിലും നിലനിന്നുകൊണ്ട് തന്നെ നന്മകൾ എവിടെയെല്ലാം ഉണ്ടോ അതെടുക്കാനുള്ളൊരു ചങ്കൂറ്റവും നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം നിങ്ങളുടെ നേതാക്കന്മാരുടെ ജീവിതത്തെ സുഖിപ്പിക്കാനായിട്ട് ബലി കൊടുക്കരുത്. നിങ്ങളുടെ നേതാക്കന്മാര് അതിഗംഭീരമായിട്ടുള്ള പോഷ് ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. ഒരു നേതാവ് അടുത്ത കാലത്ത് പറയേണ്ടായി, എൻ്റെ മകന് ഞാൻ 10 കോടി രൂപ മാറ്റിവെച്ചു എന്ന്. അയാളുടെ ഭാര്യയ്ക്ക് 7 കോടി വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേസ്. ഈ കോടികൾ എവിടെന്നാ ഉണ്ടാക്കിയത്? അണികൾ ഉണ്ടാക്കി കൊടുത്തതാ. ഈ അണികളില്ലെങ്കിൽ ആ രാഷ്ട്രീയ നേതാക്കന്മാർ ബിഗ് സീറോ ആണ്. ഓരോ വ്യക്തിയും പരിപ്പുവടയും കട്ടൻ ചായയും കട്ടൻ കാപ്പിയും കുടിച്ച് ഉണ്ടാക്കിയ പൈസയും സ്ഥാപനങ്ങളും എല്ലാം ഏതെല്ലാം തരത്തിലെ നേതാക്കന്മാരുടെയും അവരുടെ കൊച്ചുമക്കളുടെയും മക്കളുടെയും വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഓർമ്മിക്കുക, നിങ്ങളുടെ വിയർപ്പ്, നിങ്ങളുടെ രക്തം അത് ഒഴുക്കിയിട്ടാണ് ഈ നേതാക്കന്മാരെല്ലാം 5 സ്റ്റാർ ഹോട്ടൽ ലെവലിൽ താമസിക്കുന്നതും AC കാറിൽ പോകുന്നതും എല്ലാം സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും പേരിൽ. ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലേക്ക് ഇപ്പൊ വരുന്ന തൊഴിലാളികൾ ഭൂരിഭാഗവും ബംഗാളിൽ നിന്നാണ്. ഒരു തൊഴിലാളി അധിഷ്ഠിത പാർട്ടി ഏതാണ്ട് 1/3 നൂറ്റാണ്ട് 33 വർഷക്കാലം ഒരു സംസ്ഥാനം ഭരിച്ച് ആ സംസ്ഥാനത്തിലെ പാവങ്ങളുടെ ഗതി ഇന്നും കേരളത്തിൽ വന്ന് കക്കൂസ് പണി ഉൾപ്പെടെ എടുത്ത് ജീവിക്കേണ്ടി വരുന്നു. മറ്റൊരു സംസ്ഥാനങ്ങളിലും അങ്ങനെയില്ല. ഇന്ന് കേരളത്തിലെ തമിഴരെ ജോലിക്ക് കിട്ടില്ല. ഇന്ന് കേരളത്തിലേക്ക് ബീഹാറിൽ നിന്നുള്ളവരെ ജോലിക്ക് കിട്ടില്ല. മറ്റ് കോൺഗ്രസോ മറ്റേത് പാർട്ടി ഭരിക്കുന്നവരാവട്ടെ, ആര് ഭരിക്കുന്നവരാവട്ടെ, ആ ഭരിക്കുന്ന സംസ്ഥാനത്തിലെ ജോലിക്കാര് മറ്റൊരു സംസ്ഥാനത്തില് കൂലിപ്പണി ചെയ്യാനായിട്ട് പോകേണ്ടി വരാറില്ല. അങ്ങനെ പോകുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, പോകുന്നത് സന്തോഷമാണ്, നാഷണൽ ഇന്റഗ്രേഷന്. പക്ഷേ ഒരു സംസ്ഥാനത്തെ യുവാക്കള് 37 ലക്ഷം യുവാക്കള് ഇന്ന് കേരളത്തിൽ പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. എന്തേ 33 വർഷം ഭരിച്ചിട്ടും ഈ പാവങ്ങളുടെ അവസ്ഥ മാറിയില്ല? ഇതും കൂടി ഒന്ന് ആലോചിക്കണ്ടേ? ഒരു പാർട്ടിയോടും എനിക്ക് ബന്ധമില്ല, ഒരു പാർട്ടിയോടും എനിക്ക് അട്രാക്ഷനും ഇല്ല, ബോണ്ടേജും ഇല്ല, അറ്റാച്ച്മെന്റും ഇല്ല, എതിർപ്പും ഇല്ല. പക്ഷേ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും നിരക്കാതെ ഹിന്ദുക്കൾക്കെതിരെ മാത്രം, ഭാരതീയ പൈതൃകത്തിനെതിരെ മാത്രം, സനാതന ധർമ്മത്തിനെതിരെ മാത്രം പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സനാതന ധർമ്മത്തിൻ്റെ വക്താവ് എന്നുള്ള നിലയിൽ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക. നിങ്ങൾ സ്വീകരിച്ചാലും എനിക്ക് വിരോധമില്ല, സ്വീകരിച്ചില്ലെങ്കിലും വിരോധമില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആ പാർട്ടി വിട്ടു പോവരുത്. ആ പാർട്ടിയിൽ തന്നെ തുടരണം. എന്നിട്ട് അകത്തിരുന്ന് പാർട്ടിയിൽ മാറ്റം ഉണ്ടാക്കണം. നിങ്ങൾ ഏത് പാർട്ടിയിലാണോ പ്രവർത്തിക്കുന്നത് അതിൽ തന്നെ തുടരുക, അതിനകത്ത് മാറ്റം ഉണ്ടാക്കുക. എന്നിട്ട് ഭാരതീയ പൈതൃകത്തിലേക്കും സനാതന മൂല്യങ്ങളിലേക്കും കൊണ്ടുവരാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.